ഗുഡ് മോർണിംഗ് ഗൈസ്. ട്രാവൽ ബ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നലെ സ്ട്രോങ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉഷാറില്ല. മൊത്തം മേലും കാര്യങ്ങളൊക്കെ വേദന. പിന്നെ ഇന്നലെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റപ്പോൾ കണ്ടമാനം നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളിയായിപ്പോയോ ഇല്ലല്ലോ, എന്തോ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. അതായത് നിധിയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ കേക്ക് മേടിച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നേരെ ഇന്ന് കേക്ക് മേടിക്കാൻ പോകണം. അത് ഈ 25-ാം തീയതി ബർത്ത്ഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഏതായാലും 24-ാം തീയതി എത്ര മണിയായിരുന്നു ഇത്? രാത്രി 8:30. അപ്പോൾ 25-ാം തീയതി പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇവളും മറ്റേ യേശുക്രിസ്തുവും ജനിച്ചത് ഒരേ ദിവസം തന്നെ ആയതുകൊണ്ട് ഏറെക്കുറെ അതന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ രാജേഷിനും അതുപോലെ സുഭാഷിനും ഒരു കേക്ക് മേടിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നെസ്റ്റോയിൽ പോയിപ്പോൾ ഇഷ്ടംപോലെ കേക്ക് നല്ല നല്ല സംഭവങ്ങൾ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് കേക്ക് മേടിച്ച് വരാമെന്ന് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അത് കൊണ്ടു കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകും വേണം. അപ്പോഴേക്കും ഇവരിവിടെ ചെറിയ ചെറിയ പണികളുണ്ട്, അതവിടെ തീർത്തോളാം. അതായത് നിധിക്ക് ചെറുതായിട്ട് അടിച്ചു വരാണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പോയിട്ട് ആ പരിപാടി തീരും. മുത്താണെങ്കിൽ ISL കണ്ടുകൊണ്ടിരിക്കുക. മുത്ത് ഏത് പാർട്ടിക്കാർ ഗോൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും കൈയടിക്കും. അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അവൻ ഇന്ന പാർട്ടിയിൽ നിന്ന് ഒന്നാണ്, ഞങ്ങൾ ടെൻഡുൽക്കർ ഫാനാ, ഞങ്ങൾ പാകിസ്ഥാൻ സൈഡാ എന്ന് പറഞ്ഞ പോലെ ഇവൻ ഏത് പാർട്ടി ഗോൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പനാന്ന് പറഞ്ഞിട്ട് ആദ്യം കയ്യടിയാണ്. അല്ല നീത? അപ്പോൾ അങ്ങനത്തെ ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്. അപ്പം നീ ഇത് അടിച്ചു വരും. അപ്പോഴേക്കും ഞാൻ പോയി കേക്കും സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ? അപ്പം നേരെ അങ്ങനെ പറയില്ല. എന്താ അനങ്ങാണ്ടിരിക്കേ, അതൊന്നും മേടിക്കാം നമുക്ക്. എന്തായാലും ഒരു ബർത്ത്ഡേക്ക് അല്ലേ. അപ്പോൾ എന്നാൽ ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാം. ഓക്കെ? സ്കൂട്ടർ എടുക്കാം, കുറേ നാളായി സ്കൂട്ടർ എടുത്തിട്ട് പോയിട്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലേ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്കൂട്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ സ്കൂട്ടർ എടുത്ത് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വെറുതെ മെല്ലെ ഒന്ന് സ്കൂട്ടറിൽ പോയിട്ട് വരാം. ഓക്കെ, ശരി. ഞായറാഴ്ച ആയ കാര്യം തന്നെ നല്ല തിരക്കാണ് കേട്ടോ. അതുപോലെ കേക്കും കാര്യങ്ങളൊക്കെ നോക്കി ഇഷ്ടംപോലെ വെറൈറ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ 3 കേക്ക് ഓൾറെഡി മേടിച്ചു. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്. വൈറ്റ് ഫോറസ്റ്റ് അങ്ങോട്ട് 3 മേടിച്ചു. പിന്നെ ഇപ്പോൾ ഇവരെ കുറേ സംഭവങ്ങളുണ്ട്. നല്ല തിരക്കാണ്, ഫുള്ള് തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മേടിച്ച് ബില്ലടിക്കണോടത്ത് നല്ലൊരു ക്യൂ നിൽക്കുന്നുണ്ട്. മോളിൽ പോയിട്ട് ക്യൂ കുറവാണെങ്കിൽ അവിടെ പോയി ബില്ലടിച്ച് പോരണം. അപ്പോൾ താഴത്ത് നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ അതന്നെ ഇങ്ങോട്ട് കയറി പോരാന്ന് വെച്ചാൽ എന്തായാലും നോക്കി നോക്കാം. ഇവിടെ ക്യൂ ഉള്ളാണെങ്കിൽ പെട്ടു കേട്ടോ. ഇവിടെയും അത്യാവശ്യം ക്യൂ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ക്യൂ ഉണ്ട്. എന്നാലും താഴത്തത് അത്രയില്ല, നോക്കി നോക്കാം. കുറഞ്ഞ ക്യൂ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന വേഗം പരിപാടി തീർത്ത് പോവാം. ഇന്ന് അവിടെ നിന്ന് കയറി വരുമ്പോൾ കടതാ കേട്ടോ. ടിവിയുടെ വില 7000 രൂപ, 32 ഇഞ്ച് TV 7000 എന്നിട്ട് വില. കുറേ ഓഫറുകളും കേട്ടോ ക്രിസ്മസ് പ്രമാണിച്ച്. അപ്പോൾ ഞാൻ ഇതൊക്കെ വേഗം കണ്ടു. പക്ഷേ കേക്ക് മേടിക്കേണ്ടെന്നൊരു ആവശ്യം മാത്രമുള്ളത് കൊണ്ട് തന്നെ വേഗം നിന്ന് ചുറ്റി തിരിയാണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇപ്പോൾ ഇവിടെ വലിയ തിരക്കില്ല. ഇവിടെ ബില്ലടിച്ച് വേഗം അങ്ങോട്ട് പോവാം. ഞാൻ കേക്ക് മേടിച്ചത് റാപ്പ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാനുണ്ട്. അതൊരു ബോക്സിലായതുകൊണ്ട് റാപ്പ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ കയറി വരുന്ന വഴിക്ക് തന്നെ ഇന്നൊരു പുതിയ പരിപാടി ഇവിടെ തുടങ്ങേണ്ടത്. എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫുഡിൻ്റെ ഒക്കെ ഒരു പരിപാടി എന്ന് തോന്നുന്നു. കണ്ടില്ലേ സംഭവം? ഫുഡ് ഇവിടെ സപ്ലൈ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തട്ടുകട സെറ്റപ്പൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അങ്ങനത്തെ കുറേ പരിപാടികൾ ഒരുക്കിയുണ്ട്. സംഭവം കിരീടം, ധ്രുവം, പഴയ കാലഘട്ടം. അയ്യോ, നമ്മുടെ അവിടെ മുങ്ങി കഴിഞ്ഞാണോ. അങ്ങനെ കേക്കൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു കേക്ക് അങ്ങോട്ട് മുറിക്കാം. നിതയുടെ ബർത്ത്ഡേ ആ പാട്ടൊക്കെ ഒന്ന് പാടണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും എഴുതിയിട്ടില്ല. അതൊക്കെ എഴുതായിരുന്നു, പക്ഷെ അതൊന്നും വേണ്ട. ഞങ്ങൾ പാട്ട് പാടി കഴിയുമ്പോൾ പിന്നെ അതൊക്കെ റെഡി ആയില്ലേ നിത. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് കൂടി ഞങ്ങൾ പാടാൻ പോവാം. മുത്തടുത്ത് നിൽക്കടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, happy birthday to you, happy birthday dear Nida, happy birthday to you. ഇതെന്താ ഞങ്ങൾക്കൊക്കെ അല്ലേ, ഞങ്ങളൊക്കെ മുറിച്ച് നിനക്ക് അങ്ങനെയൊക്കെയല്ലേ തരേണ്ടത്? ഈ സിസ്റ്റൊക്കെ മാറ്റിയാ പാട്ട് പാടിയ ആകാംക്ഷയിൽ എനിക്കിതൊക്കെ മറന്നു പോവുകയും ചെയ്തു. ഇതിനെന്ത് കേക്കെന്ന് പറയുന്നത്? ഇത് റെഡ് വെൽവെറ്റ് ആണ്. മുത്ത അതിന്റെ ഇടയ്ക്ക് റെഡ് വെൽവെറ്റ് എന്നൊക്കെ പറയണ്ടായിരുന്നു. എന്റെ വായാണെങ്കിൽ ഇത് ഇതല്ല അല്ലേ? എന്തായാലും ഇത് അടിപൊളി സാധനമാണ് കേട്ടോ.
കൈ മുറിഞ്ഞിട്ട് ചോര ഒലിക്കില്ലേ, അതേപോലെയാണ് കേക്കിന്റെ ഒരു സ്റ്റൈല്. ഇതേ ഒലിച്ച് സൈഡിലേക്കൊക്കെ നിൽക്കണം. നോക്കിയേ, ഇത് എനിക്കൊരു വലിയ പീസ് മുറിച്ചു തരാൻ പറഞ്ഞിട്ട്. അതെ, മൊത്തം കൈയൊക്കെ നക്കി 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 കൈൻ്റെ ഒക്കെ വിരല് വൈറ്റി ചെല്ലണം. അപ്പോൾ എന്ത് കലക്കണേ. ഞാൻ കട്ട് ചെയ്ത് തരാം, എനിക്കറിയാം ഗൈസ്, ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്യും. ആണോ? എന്നാ അമ്മ കട്ട് ചെയ്യട്ടെ, അപ്പോൾ പിന്നെ നമുക്ക് മാറിയിക്കാം. ഇതേ വേമ്പ കട്ടിങ് നിനക്ക് അറിയുള്ളൂ എന്നാ പറയണേ. ഞാനൊന്ന് ചെയ്തോട്ടെ. ഇതെടുത്തടാ, നോട്ടെ. വേണ്ട, ഞാനൊന്ന് ചെയ്തോട്ടെ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, അറിയാലോ. എന്തെങ്കിലും അറിയാനുള്ള ഇതാണ് അത്ര വലിയ അറിയാളുണ്ടെന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. ഇത് തന്നെയല്ലേ ഇപ്പൊ ഞാനും ചെയ്തത്, അല്ലേ ഇതേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരേ കേക്ക് കഴിക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് നേരെ രാജേഷിൻ്റെയും സുഭാഷിൻ്റെ അടുത്ത് പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഇനി ഇത് എന്താ പറയുക, മെൽറ്റായി പോകും. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച കാരണം കുഴപ്പമില്ല, എന്നാലും നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും വേഗം എത്തണം അല്ലേ, അല്ലെങ്കിൽ ആ സംഭവം മെൽറ്റായി പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാം. അല്ല, എത്രയും പെട്ടെന്നൊന്നും ഇല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒന്ന് പുറത്തിറക്കിയാലാണ് പിന്നെ എത്രയും പെട്ടെന്ന് എത്തേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം എത്രയും പെട്ടെന്ന് വേണ്ട. അപ്പോൾ ഇത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പം നിന്റെ വയസ്സ് എത്രയായി? 40. സത്യം പറയേ, 40 വയസ്സായി കേട്ടോ. ഇനി ഒരു സത്യം തുറന്നു പറയാം, എനിക്ക് 45, നിതയ്ക്ക് എനിക്ക് വയസ്സ് 45, നിതയ്ക്ക് വയസ്സ് 44 കേട്ടോ. അങ്ങനെ മതി. പീസ് ഒരു കാര്യം ചെയ്യേ, അത് മൊത്തം കട്ട് ചെയ്യാൻ നിൽക്കണ്ട, അവര് സൈഡിൽ നിന്ന് അവനോട് തിന്നോളാനെ പറയേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. പീസ് കിട്ടിയില്ലായിരുന്നു അപ്പൊ നിനക്ക്? ഞാൻ വർത്താനം പറഞ്ഞ എന്റെ പീസ് ഇവിടെ അനങ്ങിയിട്ടില്ല, പകുതിയായി. വേഗം അലക്കട്ടെ അല്ലേ? ഇതൊക്കെ ആ തിന്നണയിൽ ഉഷാറില്ല കേട്ടോ, അത് തന്നെ കുഴപ്പമില്ല. സൂപ്പർ കേക്കായിട്ടുണ്ട്. മുത്തൈനീട്ടാ, നീ പറഞ്ഞതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, എന്നാലും ഒന്ന് ചോദിച്ചു വിട്ടു മാത്രം. ഞാൻ പറഞ്ഞാലും കറക്റ്റ് ആവുള്ളൂ എന്നൊരു ചിന്ത എനിക്കുണ്ട്, പക്ഷെ ഇവര് പറഞ്ഞാലും ശരിയാവൂട്ടാ. സൂപ്പർ കേക്കാട്ടോ ഗൈസ്. സൂപ്പർ കേക്ക് അല്ലേ? സൂപ്പർ. എന്താണ് മതി അതിന്റെ ഉള്ളില്? അത് വല്ല മുന്തിരി അങ്ങനെ അതിന്റെ ഉള്ളിൽ മറന്നു വെച്ചാണോ? പിന്നെന്താവും നോക്കട, എന്താന്ന് നോക്ക്. അത് വേറെ ഇതിന്റെ പീസ് വീണതാവോ? ഇറച്ചിയാ? ഇങ്ങോട്ട് കൊണ്ടുവന്നേ നോക്കട്ടെ. ഇറച്ചിയാ? പോടാ, ഇറച്ചിയൊന്നല്ല ഇത്, മറ്റൊരു സാധനല്ലേ, ചുമപ്പ് സാധനം. സ്ട്രോബെറിയാ? അല്ലല്ല, വേറൊരു നമ്മൾ മുകളിലൊക്കെ വെക്കണ ഒരു സാധനല്ലേ. ഞാൻ ചെയ്തോട്ടെ. ഒന്ന് റാസ്ബെറിയോ ബ്ലൂസ്ബെറിയോ എന്തൊരു സാധനത്തിന്റെ പേര് പറയാ. കരുതരുന്നേ, സാധാരണ ഇത് മുകളില വെക്കുക ഇതിന്റെ കേക്കിന്റെ. ക്രിസ്മസ് ആയ കാരണം ചിക്കൻ കേക്ക് അല്ലെങ്കിൽ ബീഫ് കേക്ക് അത് കിട്ടിയത് കറക്റ്റ് മുത്തിനും. ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ കഴിച്ചു, അടിപൊളിയായിരുന്നു. അത് നിങ്ങൾക്ക് തന്നാൽ മതിയായിരുന്നു അല്ലേ? ഇനി ബാക്കി കടിയുള്ളത് കഴിക്കട്ടെ, എന്നിട്ട് വേണം നേരെ അവർക്ക് കേക്ക് കൊണ്ട് കൊടുക്കാൻ പോകാൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കേക്ക് കഴിച്ച് അവസാനിപ്പിക്കട്ടെ. സൂപ്പറായിട്ട് ശരിക്കും പറഞ്ഞല്ലേ, ആ ഫുൾ കേക്ക് ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങൾ തീർത്തതേ. മുത്തിനും ഇതേപോലത്തെ പീസ്, എനിക്കും ഇതേപോലത്തെ പീസ്. ഇതേ പിന്നെ 2 കഴിച്ചു. അത് കാരണം ഫുള്ള് ഒറ്റടി ഞങ്ങൾ തീർത്തു കേട്ടോ, ബാക്കി ഒരു തുണ്ട് വെച്ചില്ല. സൂപ്പറായിട്ട്. നെക്സ്റ്റ് ഒന്ന് കേക്ക് മേടിച്ചോ. ഈ കേക്ക് എന്താ പേര്? അറിയില്ല കേട്ടോ, എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ എന്താ പറയുക, മുകളിൽ ചുമപ്പ് സാധനം ക്രീം വെച്ചേക്കണം, പിന്നെ ഒരു വെള്ള ക്രീം, പിന്നെ അടിയിൽ സ്പഞ്ച്, പിന്നെ ബ്രാസ്ബെറിയോ ഗ്രൂസ്ബെറിയോ എന്തൊരു പറയും പേരറിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് സുഭാഷിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. സുഭാഷിന്റെ വീട്ടിൽ വന്ന് കേക്ക് കൊടുത്തിട്ട് നമുക്ക് രാജേഷിന്റെ അവിടേക്ക് പോയി. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇതൊക്കെ ആദ്യം പറഞ്ഞ വീട് സുഭാഷ് ആയതുകൊണ്ട് അല്ല, സുഭാഷിന്റെ അവിടേക്ക് പോയാലും രാജേഷിന്റെ അവിടേക്ക് പോയാലും നമ്മൾ തിരിച്ച് ഇങ്ങടേക്ക് തന്നെ വരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സുഭാഷിന്റെ അവിടേക്ക് പോകണം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായില്ലേ? ചോദ്യം ഒരു പ്രാവശ്യം ആവർത്തിക്കാൻ പറയേ. നേരി കളിക്കേ ഗൈസ്, അതിന്റെ കാര്യങ്ങൾ പറയണ്ടേ? നേരിന്റെ നേരി കണ്ടു.
നേരിന്റെ ഒരുപാട് സിനിമ റിവ്യൂസ് ഞങ്ങൾ കണ്ടു. അപ്പോൾ എല്ലാവരും കല്ലക്കം പടം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ എല്ലാവരും നല്ല പടം എന്ന് പറഞ്ഞിട്ട് ഒരു പടം കാണാൻ പോകുമ്പോൾ നമ്മൾ ഓവറായിട്ട് അങ്ങോട്ട് പ്രതീക്ഷിക്കുക. ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്ത് ആ ഒരു പടം നീങ്ങിയിട്ടുണ്ടോ എന്ന് എൻ്റെ ഒരു ആംഗിളിൽ കൂടെ ചിന്തിച്ചാൽ എനിക്കില്ല എന്ന് പറയേണ്ടി വരും. കാരണം എനിക്ക് ഇങ്ങനത്തെ തരം പടങ്ങളെക്കാളും ഇഷ്ടം ഈ മാസ് പടങ്ങളില്ലേ, ഏത് അടിപൊളി പടങ്ങൾ എന്ന് പറയില്ല, അതായത് അമാനുഷികത. രജനികാന്ത്, അതേപോലെ തന്നെ നമ്മുടെ മറ്റേ എന്താ പറയാ വിജയ്, ഇപ്പൊ മോഹൻലാൽ തന്നെയാണെങ്കിലും അമാനുഷിക അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള മാൻ, അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ഉള്ള പടങ്ങൾ കാണാൻ എനിക്കിഷ്ടം. പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു എന്താ പറയാ കോടതി അല്ലെങ്കിൽ കേസ്, കുറ്റാന്വേഷണം, അങ്ങനെ ഒരു കഥയാണിത്. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനത്തെ ഒരു മൂഡ് പടങ്ങളൊക്കെ ഇതേപോലത്തെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. ആ ക്യൂൻ, അതുപോലെ തന്നെ സത്യമേവ ജയതിയ, ഏതാ ജനഗണമന അല്ലെ, മറ്റേതോ ഗരുഡൻ. ഗരുഡൻ പക്ഷെ ഇത് തന്നെയാണോ തീം? അപ്പൊ ഏറെക്കുറെ ആ ഒരു എനിക്ക് ഈ നേരെന്ന് പറഞ്ഞ പടം ഇത്തിരി ഒന്ന് ഇഴച്ചിലായി ഒന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കുറച്ചൊന്ന്, കാരണം അതായത് കുറ്റം ചെയ്ത ആളാരാന്ന് അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോകണു. നമുക്കറിയാം, ഓൾറെഡി നമുക്ക് അറിയാം അതെന്തായാലും സത്യം ചെയ്യിക്കുന്നത് നമുക്കറിയാലോ. അപ്പൊ ആ പടത്തിന്റെ എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാന്നുള്ളൂ. പക്ഷെ ഗരുഡനിൽ അതല്ല, ഗരുഡനില് ഫുൾ സസ്പെൻസ് ആണ്. കാരണം ആരാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് നടക്കുന്നത്. അപ്പൊ ഗരുഡനിൽ അങ്ങനെ ഒരു സസ്പെൻസ് ഉള്ള കാരണം എനിക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇതും കുഴപ്പമില്ല, പടം നല്ല അതില് മറ്റേ ആവറേജ് പടം എന്ന് പറയാം. ശരണ്യൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആവറേജ് പടം എന്ന് പറയാം. പിന്നെ അഭിനയൊന്നും മോശമില്ല. നമ്മുടെ സിദ്ദിഖ് പുരി ചേട്ടുണ്ട്, സിദ്ദിഖ് പുരിയായിട്ടുണ്ട്. അതുപോലെ മോഹൻലാലും സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ മോഹൻലാല് കുറച്ച് സൈലന്റ് ആയി പോയി. മോഹൻലാലിന് ഒന്നും കൊടുത്തില്ല. പുരിയല്ലേ ഇതേ, അഭിനയൊക്കെ പുരി തന്നെ, അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷെ അതല്ല നമ്മള് എനിക്ക് എപ്പോഴും മോഹൻലാലിന്റെ പടം എന്ന് പറയുമ്പോ മാസ് രാവണപ്രഭു പോലത്തെ വില്ലനും നായകനും മോഹൻലാൽ തന്നെയാണോ? എനിക്ക് അങ്ങനെ കാണാൻ. അതെ, എനിക്കും അതെ കേട്ടോ. അത് ഏത് പടം കണ്ടാലും ഈ തളർന്ന കുത്തി പടങ്ങൾ കാണാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടം. അല്ലെങ്കിൽ കോമഡി പടം ആവണം, അല്ലെങ്കിൽ കുറ്റാന്വേഷണം തന്നെ ട്വിസ്റ്റുകളൊക്കെ ഉള്ള പടങ്ങളായിരിക്കും. ഇപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാത്ത നിലയ്ക്ക് ഇതൊരു സാധാ പടം എന്റെ ആംഗിളിൽ കൂടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അങ്ങനെയല്ലേ തോന്നിയത്. അപ്പൊ അതന്നെ, അപ്പൊ ഒരു നോർമൽ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത് വിചാരിച്ച് പൊട്ടപ്പടം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു പ്രാവശ്യം കാണാനും കൂടിയുള്ള ഒരു നല്ല പടമാണ്, അങ്ങനെയും പറയാം നമുക്ക്. അപ്പൊ അത് കണ്ടു, അത് അങ്ങനെ അതിന്റെ ഒരു റിവ്യൂ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് കാണേണ്ടവർക്ക് കാണാം, ഒരു പ്രാവശ്യം കാണാം. സിനിമ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യം കാണാനല്ല. അങ്ങനെ ബോറിംഗ് പടമൊന്നുമല്ല, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള പടം. അതന്നെ, അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ നല്ല പടത്തിൽ പെട്ടിട്ടുള്ള പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പടം കണ്ടു, അങ്ങനെ നമുക്ക് ഭംഗിയായി. പിന്നെ ഈ മുന്നേ റിവ്യൂ കേൾക്കുമ്പോഴത്തെ പ്രശ്നമാണ് നമ്മൾ ചെറുതായിട്ട് അലട്ടുന്നത്. അതായത് സൂപ്പറാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം. ഇപ്പൊ അത് മാറിയില്ല. ഇതേപോലെ സെയിം ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട്, ഒഡിയൻ സിനിമ. ഹൈപ്പ് കൊടുത്ത് അതൊരു സാധാ പടം. അത് പക്ഷെ ആ ഒരു ഹൈപ്പ് കൊടുത്തോണ്ടാ എനിക്ക് തോന്നണേ ആ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്ട് വന്നേ. അതെല്ലാം നമ്മളതൊന്നും കേൾക്കാണ്ട് ശരിക്കും ഇങ്ങനെ ഇരുന്ന് കാണാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് എന്ത് ഇഷ്ടമുള്ള പടം അറിയോ ഒഡിയൻ. എനിക്ക് നല്ല ഇഷ്ടമുള്ള പടം ഒഡിയൻ. പക്ഷെ അതെന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാണ്ട് പ്രതീക്ഷയോടെ പോയി പടം കാണുമ്പോഴേ നമുക്കൊരു തകർച്ച പറ്റിയതാണ്. അതായത് നമ്മൾ തല്ലിപ്പൊളി പടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫാമിലി അല്ലല്ലോ അതിന്റെ പേര്, ഫാൽമി. ആ പടമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കത് ഇഷ്ടമായി. ഏത് നമ്മൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ച് പോകണുള്ളൂ, പക്ഷെ അതിന് കൂടുതൽ ആ പടത്തിൽ നിന്ന് കിട്ടി. അതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ കൂടുതൽ ആൾക്കാർ ഇതിനെ തള്ളി മറച്ചിട്ട് ആയിട്ട് പോയി കാണരുത്. സാധാ പടം എന്ന് പറഞ്ഞ് പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുഴപ്പമൊന്നുമില്ല, നല്ല പടമാണ്. അപ്പൊ നമ്മൾ സുഭാഷിന്റെ വീടിന്റെ അവിടെ എത്താറായി. ഈ സുഭാഷ് നമ്മളെ കാത്തിലൊക്കെ ഉണ്ടാവും. സുഭാഷിനോട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഫോൺ വിളിക്കണം. അപ്പൊ നീ കട്ട് ചെയ്യും, ഓക്കെ? നമ്മള് സുഭാഷിന്റെ വീടിന്റെ വഴിയുടെ അവിടെ നിൽക്കണേ. സുഭാഷ് ഇറങ്ങി വന്നിട്ടില്ല, ചെക്കനാണ് കേട്ടോ വരുന്നത്.
നിന്നെ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. നിന്റെ പേര് പറയടാ. ആദർശ്. ആദർശ്. ഇന്നാള് വന്നിട്ട് കേട്ടാ ആദർശ് വീഡിയോയില്. ഇന്ന് നിനക്കൊരു കേക്ക് കൊണ്ടുവന്നതാ. അതെ കേക്ക് കൊടുക്കണേ അവന്. ആദർശിന് കേക്ക് കൊടുക്കുക. അതേ അവനുള്ള കേക്ക് ചേച്ചി തന്നു കേട്ടാ. അപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ച് കഴിക്കുക എല്ലാവരും. അപ്പൊ ഈ സമയത്ത് എന്ത് പറയും നമ്മള്? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് കേട്ടാ. അപ്പൊ അച്ഛനോടും പറഞ്ഞോളൂ. ആദ്യം കേക്ക് മുറിച്ച് തിന്നുക, എന്നിട്ട് ടേസ്റ്റ് പറയാ അങ്ങനെ വിളിച്ചിട്ട്. ഓക്കെ, അനിത്യാണ് വിളിക്കണേ. അപ്പൊ എന്നാ ചെന്നോട്ടാ. ആയിക്കോട്ടെ. അച്ഛൻ എന്താ പരിപാടി? ആടുകൂടി ഉണ്ടാക്കുക. എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ശരിട്ടാ. ഓക്കെ, ടാറ്റ. അപ്പൊ സുഭാഷ് ആടും കൂടി ഉണ്ടാക്കായിരുന്നു. അപ്പൊ അത് കാരണമാണ് സുഭാഷ് വരാണ്ടിരുന്നത്. അപ്പൊ നമുക്ക് നേരെ തിരിച്ചിനി രാജേഷിന്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, രാജേഷ് കൂടി ഇല്ലാട്ടാ. രാജേഷ് എവിടേക്കാ പോയിക്കണെന്ന് വെച്ചാൽ പന്ത് കളി കാണാൻ വേണ്ടി പോയിക്കാം. പന്ത് കളിയുടെ കോച്ചായിരുന്നു ആദ്യം രാജേഷേ. അപ്പൊ അതുകൊണ്ട് തന്നെ പന്ത് കളിക്ക് അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ രാജേഷ് അങ്ങോട്ടേക്ക് പന്ത് കളിക്കുള്ള വിവരണം കൊടുക്കാൻ പോയി. വിവരനാണ് വിളിച്ചു പറയുന്ന ആളാണോ അതെ കോച്ചാണോ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ രാജേഷ് ഏട്ടൻ പന്ത് കളിക്ക് പോയിക്ക. എവിടെ തേറമ്പത്തം കണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നീ കൊണ്ടുവന്ന് കേക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പിള്ളേരുടെ കയ്യിലോ ചേച്ചിയുടെ കയ്യിലോ ആരുടെ കയ്യിലാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടു കൊടുക്കും. വേഗം ആയിക്കോട്ടെ. രാജേഷിന്റെ വീട്ടിലെത്തിട്ടാ. എന്നിട്ട് അമ്മമ്മോട് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞോളൂ. കൊടുക്ക്, കൊണ്ടു കൊടുക്ക്. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞറാ. അപ്പൊ പോരെന്നാ. ശരിട്ടാ. കേറ്. ആരുമില്ല, പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്ക് പോയി. എല്ലാവരും ഫുട്ബോൾ കളിക്കാരാ രാജേഷിന്റെ വീട്ടില്. അവള് മാത്രാണ്, രാജേഷിന്റെ ഭാര്യ മാത്രമേ ഫുട്ബോൾ കളി ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും ഫുട്ബോൾ കളി. എല്ലാവരും ഫുട്ബോൾ കളിക്ക് പോയിക്കല്ലേ. ആയിക്കോട്ടെ, ശരിട്ടാ, ടാറ്റ. എന്തായാലും രാജേഷിന്റെ വീട്ടില് കേക്ക് കൊടുത്തു. രാജേഷിനെ കണ്ട് കേക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ രാജേഷിനെ കണ്ട് കേക്ക് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ വരെ എത്തണം? തേറമ്പം വരെ എത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ കൊടുത്ത് നേരെ പോവാണ്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിയുന്ന സ്ഥലം വരെ ഒന്ന് പോകണം. പിന്നെ അവിടെ നിന്ന് നേരെ ഷീനേച്ചിയുടെ അവിടെ പോകണ്ടേ. ആദ്യം ഷീനേച്ചിയുടെ അവിടെ പോയി പാത്രം കൊടുക്കുക. എന്നിട്ട് നേരെ അങ്ങോട്ട് പോവാ. ഓക്കെ, മുത്ത് പാത്രം കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ. കാണുന്നില്ല കുറെ നേരം. ഞങ്ങൾ ഇന്നലെ ഇവിടെ പരിപാടിക്ക് വന്നു കഴിഞ്ഞിട്ടേ ഇവിടുന്ന് എന്ത് നമ്മൾ കൊണ്ടുപോയി ചിക്കൻ കറിയുടെ പാത്രം തിരിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നോക്കിയപ്പോ മുത്ത് ഉള്ളിലേക്ക് പോയിട്ട് കുറെ നേരം. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞ സമയം പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തിനോട് വേഗം കൊണ്ടു കൊടുത്തിട്ട് ഓടി വരാൻ പറഞ്ഞതാണ്. പക്ഷെ മുത്തിനെ കാണുന്നില്ല. ഇനിയിപ്പോ ഇറങ്ങേണ്ട വരുമോ? എന്ത് ചെയ്യും? നല്ല സൂപ്പർ പണിയിലാണ് കേട്ടോ പ്രതിഷേട്ടൻ. അത് JCB കാരൻ ചെയ്ത പണിയേ അങ്ങോട്ട് കറക്റ്റ് ആയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ മണ്ണിട്ട് ഒരു ചെറിയ ഹമ്പ് പോലെ ഇട്ടാലാണ് മണ്ണ് ഒലിച്ചു പോവാണ്ട് ഭംഗിയാവുമായിരുന്നുള്ളൂ. അവനിത് റോട്ടിലേക്ക് നിരത്തി. അപ്പൊ ആ മണ്ണടക്കം ഒലിച്ചു വന്നു കഴിഞ്ഞാൽ വല്ല സ്കൂട്ടറോ ഇതൊക്കെ കയറി വേണമെങ്കിൽ കല്ല് തെളിഞ്ഞിട്ടേ വീഴുവേ. അപ്പൊ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. വണ്ടി പോവോ ഇല്ലേ? പോവാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. ഇനി ഇതങ്ങോട്ട് ക്ലിയർ ആക്കിയിട്ട് അങ്ങനെ കയറ്റി നിർത്താം. അപ്പൊ എനിക്ക് കുറച്ച് പണിയാണ് കിട്ടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇതിന്റെ ലെവലിക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കി ഇടണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും കെട്ടി പറഞ്ഞു വരുള്ളൂ. കണ്ടാണില്ലേ ഞാൻ അധ്വാനിക്കണത്? അത്ര വലിയ പണിയൊന്നുമല്ല, സിമ്പിളാ. ഇതത്ര വലിയ പണിയൊന്നുമില്ല, സിമ്പിളാന്ന്. ഇതാണോ സിമ്പിൾ? തന്നപ്പോ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്നതൊക്കെ. എനിക്ക് വയ്യ കാശ് ആശുപത്രി കൊണ്ട് കൊടുക്കാൻ. അയ്യോ, ഇങ്ങോട്ട് ഇങ്ങനെയൊന്നല്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എന്റെ പൊന്ന് സുഹൃത്തെ വേണ്ട വേണ്ട, എനിക്ക് പറ്റില്ല. ഇതൊക്കെ ഉണ്ടൊക്കെ ഞാൻ ലെവൽ ചെയ്യാ, മനസ്സിലായോ? അതൊക്കെ എനിക്കറിയാം നല്ല ഇതായി ചെയ്യാൻ. നിന്റെ വായ കൊണ്ട് വർത്താനം പറയണ പോലത്തെ പണിയല്ല നീ. അയ്യോ, അറിയില്ല. ഈ തൂമ്പയ്ക്ക് വായ വർത്താനം പറയാൻ വായ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും പ്രതിഷേധന്റെ അടുത്ത കഥകള്. ഞാൻ എന്തോരം കപ്പ നട്ടുണ്ടെന്ന് അറിയോ കരുവാങ്ങാട്ടിൽ ഈ തൂമ്പയും പിടിച്ചിട്ട്. അല്ല, ഞാൻ എന്തോരം പറമ്പ് വൃത്തിയാക്കിയിട്ടുള്ള തൂമ്പയാന്നറിയോ? ഞാൻ ഇഷ്ടം പോലെ നമ്മുടെ പറമ്പില് പണിതിട്ടുണ്ട്. വാഴയ്ക്ക് തടം കോരാനും അതേപോലെ കപ്പ നടാനും എല്ലാത്തിനും ഞാൻ ഇതെന്തോരം ഉപയോഗിച്ചാണ്. ഈ പുല്ല് ചെത്താനും ഒക്കെ ഈ പറമ്പില് വലിയ കൃഷിയായിരുന്നു. ഒരു ഇത് തോന്നി കഴിഞ്ഞാൽ മൊത്തം കൃഷി ചെയ്യലാണ്. പിന്നെ ആകെ കൂടി കൃഷി ചെയ്തിട്ട് കിട്ടിയേക്കണത് മൊത്തം എനിക്ക് ചീര കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ചീര അത് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്, ചീര നട്ടിട്ട്.
അതല്ലാണ്ട് പിന്നെ കപ്പയൊക്കെ നട്ടിട്ട് കപ്പ മൂപ്പായി എന്ന് അറിയാൻ വേണ്ടിട്ട്, അതല്ലെങ്കിൽ അപ്പൊ പറിച്ചു നോക്കേണ്ട ആവശ്യമില്ല. എലി മാന്തി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം കപ്പ മൂത്തുണ്ടെന്ന്. എലീനെ പറഞ്ഞു കൊടുന്നിട്ട് പകുതി എലി എടുക്കും, പകുതി ഞാനും എടുക്കും. അങ്ങനെയാ നമ്മുടെ അവിടുത്തെ കൃഷി. എന്നാലും ഒരു ഇതൊക്കെ കിട്ടൂട്ടാ. പിന്നെ പയറ്, കപ്പന്റെ ഇടയിലെ കൂടെ പയറ് നടും മമ്മി. അത് ഉരുളങ്കല്ലുകളെ മൊത്തം വയ്യാണ്ടായി. അപ്പം നിത പറയണേ, നിത ഭയങ്കര പൊരിയാന്നല്ലേ, ആ പൊരിക്കാരിയുടെ പൊരിയൊന്നും നോക്കട്ടെ എങ്ങനെയാന്നുള്ളത്. ഓ ഓ ഓ അയ്യോ, തൂമ്പയ്ക്കാണോ വേദന എടുക്കുക, നിലത്തിനാണോ വേദന എടുക്കുക? കല്ലൊന്നും പറിക്കണ്ട. ആ നോട്ടെ, കുഴപ്പമില്ല, തൂമ്പ പിടിക്കാനൊക്കെ അറിയാം. അതാ നോക്കിയത് ഞാൻ കണ്ടിട്ടില്ലേ, അതാണ് നീ പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നേ. മുത്ത താഴത്തേക്ക് ഇടല്ലടാ, താഴത്തേക്ക് ഇടരുത്, അതൊന്നും പൊട്ടിച്ച് താഴെ കളയില്ലേട്ടാ. ഒരു ചട്ടി മണ്ണ് എന്താ പറയുക ചെത്തണേനാണ് നിത ഒരു ദിവസമാക്കിയത്. എന്നിട്ടാണ് എന്നെ കളിയാക്കിയത് വലിയ കാര്യം പറഞ്ഞിട്ടല്ലേ. അത് സിമ്പിളല്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ആ അത്ര എളുപ്പമല്ല, ഞാൻ ചെയ്തോളാം, മതി നിർത്തിക്കോ. ആണോ? അവൻ ചെയ്യണ പരിപാടിയാണ് ഏറ്റവും എളുപ്പമില്ലാത്ത പരിപാടി. അതായത് ടെറസിന്റെ മുകളിൽ നിന്ന് ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അത് എളുപ്പമുള്ള പരിപാടിയല്ല. മതി മതി മതി, അത്ര മതി. അത് ഞാൻ വെള്ളം വെച്ച് ശരിയാക്കോളാം. വേണ്ട, അതെ അവിടെ സ്കൂട്ടർ വരുന്നുണ്ട്, പോവില്ലെന്ന് അറിയില്ല. ഓടിക്കാൻ ലൈസൻസ് കിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ പോവും. നമുക്ക് നോക്കി നോക്കാം ലൈസൻസ് കിട്ടിയിട്ടുള്ള ആളാണോന്ന്. ആ ലൈസൻസ് കിട്ടിയിട്ടുള്ള ആളാ, കുഴപ്പമില്ല, കറക്റ്റായിട്ട് കടന്നു പോകുന്നുണ്ട്. കണ്ടോ? എന്താ ഇതെന്താ പറഞ്ഞ അതിൻ്റെ ഇടയ്ക്ക്? ആ താഴത്തേക്ക് കേട്ടോ. അപ്പോൾ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വെള്ളം അടിക്കട്ടെ ഇതിനകത്ത്. ഇന്നലത്തെ പോലെ രാത്രി ആയി തുടങ്ങി, അതാണ് പ്രശ്നം. ഇനി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അവിടെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു, അല്ലാതെ ചില്ലറ പരിപാടികൾ എന്നും. പിന്നെ ഇത് എപ്പോഴും അവിടെ എത്തുമ്പോൾ പറയും പോവാ പോവാ പോവാന്ന്. ഇന്നും പറഞ്ഞു കുറേ പ്രാവശ്യം. എന്താ ഇത് എങ്ങനെ എപ്പോഴും നീ പോവാ പോവാ പോവാ. അവിടുന്ന് പോവാ, ഇത് അവിടെ നിന്ന് അന്വേഷിച്ച് ആലോചിച്ച് ഇത് ഇങ്ങനെ പെടുത്താൽ അത് ഇങ്ങനെ പെടുത്താൽ അത് അവിടെ നിന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ പെടുത്താന്ന് വെച്ചാൽ മതി. ഒരു സൈറ്റിൽ നിന്ന് പണിയുന്നതിന് വരും വീട്ടിൽ പോയി ആലോചിച്ചാൽ മതി എന്നല്ലേ. ഇത്ര എന്റെ ഭാര്യ മണ്ടിയാണോ ബർത്ത്ഡേ ആയിട്ട് മണ്ടിയായിട്ട് ബർത്ത്ഡേ ആയിട്ട് അഭിനയിക്കുകയാണോ? ഇത് ഞാൻ ആരോട് പറഞ്ഞാലും ഞാൻ മണ്ടിയാവും. ഇത് അനുഭവിക്കുന്നവർക്ക് ഇതാ എന്റെ കാര്യം അറിയുള്ളൂ. ഒരു ആവശ്യമില്ലാണ്ട് വടക്ക് നോക്കി യന്ത്രത്തിലെ ശ്രീനിവാസം ആലോചിച്ചിരിക്കണോ കൊറേ നേരം മണിക്കൂറോളം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരിക്കും. അന്ന് നടക്കണ വല്ല കാര്യമാണത് ആലോചിക്കണേ. നടക്കൂലല്ലോ, അവിടെ മതിൽ കെട്ടണതൊന്നും നടക്കില്ലല്ലോ അല്ലേ. എന്ത് പൊട്ടത്തരാ നോക്ക്, ഭാര്യ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കണേ. എന്താന്നറിയില്ല, ഭാര്യ ഇങ്ങനത്തെ വിട്ടിത്തരം പറയും, പിന്നെ ഞാൻ ഇരുന്ന് കേൾക്കും. 25 ലക്ഷത്തിന് ആ വീട് കൊടുക്കും വേണം, അവിടെ പുല്ല് ഗാർഡൻ എല്ലാ സംഭവവും വേണം താനും. ഇതിപ്പോ നടക്കും. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് മേടിച്ചോ, നിങ്ങൾക്ക് മഹാലാഭമായിരിക്കും. ഈ പ്രതിഷേധം അതിപ്പോ ചെയ്യാത്തൊന്നുമില്ല. ഓക്കെ, തളർത്താൻ വേണ്ടി ഓരോ ദിവസം ഓരോന്ന് പറയും. ഞാൻ തളരില്ല, ആ പാറ കഷ്ണങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ പുല്ല് വെച്ച് ഞാൻ ചെയ്യും എന്റെ ഐഡിയ പോലെ, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ താമസിക്കും അവിടെ. അത് തന്നെ. അപ്പൊ നേരെ വീട്ടിൽ പോവാ, നമുക്ക് വീട്ടിൽ പോവാ. ശരി കേട്ടോ. ക്രിസ്മസ് കരോളിന്റെ എന്തോ പ്രോഗ്രാമാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പൊങ്ങണങ്ങാട് പള്ളിയിലാണ് പരിപാടി. എഴുതിയുണ്ട് പൊങ്ങണങ്ങാട് സെന്റ് മേരീസ് പള്ളിയില്. സെന്റ് മേരീസ് ആണോ? ഏതാ? സെന്റ് മേരീസ്. അതെ അതെ, എന്തോ പ്രോഗ്രാം. കുറെ നേരത്തെ ഞങ്ങൾ റോട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. എന്താ ക്രിസ്മസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, നോക്കട്ടെ എന്തിട്ടാന്നുള്ളത്. ഡി ജെ പാട്ടൊക്കെ ഉണ്ട്. ടാബ്ലോ പിന്നെ സാന്റാക്രോസുകൾ. അപ്പൊ ക്രിസ്മസ് പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലത്. നമ്മളിന്ന് പുത്തമ്പള്ളി പോണില്ലേ? ഇന്ന് നിതയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിതയ്ക്ക് ഒരു ആഗ്രഹം, ഇന്ന് നമുക്ക് പുത്തമ്പള്ളിയിൽ പോകണം. ഞങ്ങൾ ഏറ്റവും അധികം പോകുന്ന പള്ളി പുത്തമ്പള്ളി അല്ലേ. നമ്മുടെ പള്ളിനേക്കാളും കൂടുതൽ പോകുന്നത് നമ്മൾ പുത്തമ്പള്ളിയിലല്ലേ. ഞങ്ങളുടെ കട്ടിലപ്പോം പള്ളിയാണ് ശരിക്കും ഇടവക. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അതിനേക്കാളും എത്രയോ പ്രാവശ്യം കൂടുതൽ പോകുന്ന സ്ഥലമാണ് പുത്തമ്പള്ളി. കാരണം പുത്തമ്പള്ളി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. അപ്പൊ നിതയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അങ്ങനെ നേരെ പുത്തമ്പള്ളിയുടെ അവിടേക്ക് പോവാണ് കുർബാന കാണാനായിട്ട്. പുത്തമ്പള്ളിയിൽ നിന്ന് കുറെ ആൾക്കാർ കുർബാന കഴിഞ്ഞിറങ്ങി വരുന്നുണ്ട്, നമ്മൾ കുർബാനയ്ക്ക് പോകണുള്ളൂ. അപ്പൊ കുർബാന കഴിഞ്ഞിട്ടുണ്ടാവും ഇതേ. എന്നാ വാ, 12 മണി വരെ ഇല്ലേ?
പക്ഷെ നല്ല തിരക്കാണ് കേട്ടോ. വണ്ടി ഫുള്ള് തിരക്കായിട്ട് ഇങ്ങനെ കയറ്റി വിടാനില്ല. നമ്മൾ അരിയങ്ങാടിയിൽ 12 മണിയായി. പക്ഷെ അരിയങ്ങാടിയിൽ വണ്ടി ഇട്ടിട്ട് നമ്മളിനി പുത്തമ്പള്ളിയുടെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കട്ട്ലൈറ്റ്, കഴിഞ്ഞ പ്രാവശ്യം കട്ട്ലൈറ്റ് കിട്ടിയെന്നല്ലേ പറഞ്ഞേ? കട്ട്ലൈറ്റ് കഴിക്കാനാണ് ഇത് നോയമ്പ് വിടാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ പോലീസ് വണ്ടിയൊക്കെ ഇവിടെ കിടക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വണ്ടിയോട് വരാൻ പറ്റിയില്ല നിലവിൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടി അവിടെ ഒതുക്കി നിർത്തിയിട്ട് നേരെ ഇങ്ങോട്ട് നടന്നു. പുത്തമ്പള്ളിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളിൽ കുർബാന നടക്കേണ്ടത്, നേരെ ഉള്ളിലേക്ക് പോകാം നമുക്ക്. പള്ളിയുടെ അവിടെ നല്ല തിരക്കാണ് കേട്ടോ, ഫുൾ തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ആദ്യം പുൽക്കൂടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ഉള്ളിലേക്ക് കയറാൻ തിരക്കുണ്ടാവും. അപ്പോൾ അത് മൊത്തം തിരക്കാണ്. ബാ ഉള്ളിലേക്ക് പോവാം, പുൽക്കൂട് കാണാം. നിനക്കിത് കാണണ്ടേ? എന്നാൽ ആദ്യം പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് പുൽക്കൂട് കാണാം. മാമത്തെ ആദ്യം പുൽക്കൂടല്ല, ആദ്യം പള്ളിയുടെ ഉള്ളു. ആദ്യം നോയമ്പ് വിട്ടേ, എന്നിട്ട് ബാക്കി കേസ്. അല്ല പിന്നെ നേരെ കുർബാന. അല്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല, കട്ട്ലേറ്റിനെ കുറ്റം പറയരുത്. കഴിഞ്ഞ പ്രാവശ്യം വലിയ എയിം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നന്നാക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയിണ്ടായിരുന്നെ. എങ്ങനെയാണ് നോക്കാം. വാ, ട്രീ നോക്കിണ്ട, ക്രിസ്മസ് ട്രീ കണ്ട, ഒറിജിനൽ ട്രീ ആണ് മുത്തേ. കണ്ട, ഇത് ഒറിജിനലേ മരം വെട്ടി കൊണ്ടുവച്ചിട്ട് അങ്ങനെ തന്നെ ഇവിടെ ഫിറ്റ് ചെയ്തേക്കാണ് ക്രിസ്മസ് ട്രീ. പുത്തമ്പള്ളിയുടെ മുകളിൽ കണ്ട, പുത്തമ്പള്ളിയുടെ മുന്നിൽ. അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം കുർബാന കയറി കണ്ടതിന് ശേഷം പുറത്തിറങ്ങാം, എന്നിട്ട് പുൽക്കൂടും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, ബാനിതാ ഇതിലെ വാ. പള്ളിയിലത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല, ഞങ്ങള് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാണ് കേട്ടോ. അവിടെ നല്ല തിരക്കാണ്. ഇനി പുൽക്കൂട് കാണണോ? വേണമെന്നില്ല, എല്ലാവർക്കും ഉറക്കം വന്നു തുടങ്ങി. എനിക്കും ഉറക്കമൊന്നും വന്നിട്ടില്ല. അപ്പം നിതയ്ക്ക് ഉറക്കം വരിക എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും പരിപാടി അവസാനിപ്പിച്ച് പോകാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. പുൽക്കൂട് കാണണമെങ്കിൽ വാ, പുൽക്കൂടൊന്ന് കണ്ടിട്ട് പോവാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. അപ്പം ഇവിടുത്തെ പുൽക്കൂടും കണ്ട് നമുക്ക് അങ്ങനെ നീങ്ങാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ പുൽക്കൂട്. പാറയിൽ വെള്ളം ചാർന്നത് മസ്റ്റാണ് പുൽക്കൂടിൽ. പാറയ്ക്കടെ വെള്ളം ചാറണം. പിന്നെ കാലിത്തൊഴുത്ത്, ഉണ്ണിശാല ഉണ്ടത്. അങ്ങനെ പുൽക്കൂടും കണ്ടു, ക്രിസ്മസ് ട്രീയും കണ്ടു, പള്ളിയുടെ ലൈറ്റും കണ്ടു, എല്ലാ പരിപാടിയും കണ്ടു. ഇനി നേരെ വീട്ടിലേക്ക് പോകല്ലേ? മതിയില്ലേ? അച്ഛൻ മടുപ്പിച്ചു മനുഷ്യനെ ഒരു പരിവാക്കി. സത്യം പറഞ്ഞാലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാലേ മടുപ്പ്. അച്ഛൻ പ്രസംഗം നടക്കണമില്ല. പിന്നെന്തായാലും എത്ര നേരം വെച്ചിട്ട് ഇരിക്കണത്. അപ്പം എല്ലാം പുറത്ത് വന്ന് അവിടെ പകുതി ആൾക്കാർ പള്ളിയിലിരുന്ന് ഉറങ്ങുക. അപ്പം എന്തായാലും ഞങ്ങൾ നേരെ ഇനി പോവാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, ക്രിസ്മസ് കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോവാണ്. ക്രിസ്മസ് സ്പെഷ്യൽ ലൈറ്റുകൾ കേട്ടോ. 10 രൂപ, 15 രൂപ, 20 രൂപ, 25 രൂപ. വാ, ഐസ്ക്രീം കച്ചവടം ഉണ്ട് നിലവിൽ. ആൾക്കാർ കുറഞ്ഞു കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ചായ തിരക്കല്ലായിരുന്നോ? അപ്പോൾ നമ്മുടെ വണ്ടി ഇട്ടേക്കണേ അങ്ങ് അകലെ കേട്ടോ, കുറേ നടക്കാണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോവാം. നമുക്ക് കാറിൻ്റെ അവിടെ എത്തി, വെള്ളം വണ്ടിയിലുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇതും കുടിച്ച് നേരെ വീട്ടിൽ പോവാം കേട്ടോ. ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നോക്കിയേ, ലൈറ്റൊക്കെ നിറച്ചുകൊണ്ട് കേട്ടോ തൃശ്ശൂര്. ഫുൾ ലൈറ്റുകളാണ്. എന്നാലും കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലത്തിൻ്റെ അത്ര ഒന്നും തീരില്ല. ഷോപ്പിംഗ് ഇല്ല, ലൈറ്റിംഗ് ഉണ്ട്. സംഭവം ശരിയാ മുത്ത് പറഞ്ഞത്. എല്ലാ വഴികളും നല്ല അടിപൊളിയായിട്ട് നിലവിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും കൂടി ഇതേ അത് ഉണ്ട്. ഷോപ്പിങ്ങിന് കടകൾ എവിടെയും തുറന്നു വെച്ചിട്ടില്ല. അതാണ് വേറെ സംഭവം അല്ലേ? അതെല്ലാ കൊല്ലമുള്ളൊരു പതിവാണ്.
അത് പേരില് മാത്രമേ ഉള്ളൂ. ആകെ ഒരു നൈറ്റ് ഷോപ്പിംഗ് നടത്തണ ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. ആരാ? കപ്പലണ്ടി കച്ചവടക്കാര്. അത് കറക്റ്റാ. ഗായ്സ് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ട് അതേ മുത്ത് ഇന്ന് പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീട്ടില് ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം പുൽക്കൂട്ടില് എല്ലാ സംഭവവും ഉണ്ണീശൊക്കെ പെറുന്നില്ലേ, ഉണ്ണീശൊക്കെ പെറുന്നുണ്ട്. ശരിക്കും കാണുന്നില്ല ലൈറ്റ് ഇല്ലാത്ത കാരണം. അപ്പൊ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അടുത്ത ദിവസം നല്ല വ്യക്തമായി കാണിച്ചു തരാം. പേട്ട സാധനം വേണ്ട, ഇപ്പൊ വേണ്ട, പിന്നെ കാണിച്ചു തരാം. എന്നാ ആയിക്കോട്ടെ, ശരി, വേഗം കാണിക്കും. ഹാപ്പി ക്രിസ്മസ് എന്നുള്ള സംഭവം തൂക്കിയിടാനല്ലേ. 2 ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുത്ത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ട്രീ, ഇവിടെ ഒരു ട്രീ, അതോടൊപ്പം തന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ ദേ ഇവിടെ റെഡി. ലൈറ്റ് ഇട്ടത് വേഗം കാണിക്കേ, സമയമില്ല ഇനി. പുൽക്കൂട്ടിൽ ഇങ്ങനത്തെ ലേസർ അടിക്കാണ് മുത്ത് ചെയ്യണത് അല്ലേ? അത് തന്നെ. പുൽക്കൂട് ഇതേ കിടന്ന് തിളങ്ങണം അടിപൊളിയായിട്ട്. അടിപൊളിയായി ഇപ്പോൾ. സൂപ്പർ പുൽക്കൂട്. ഇതിനും നല്ല പുൽക്കൂട് സ്വപ്നങ്ങളിൽ മാത്രം അല്ലേ? അപ്പോൾ എല്ലാവരും കണ്ടു. ബായോ. എന്നാൽ മൊത്തമായിട്ട് അത് നിൻ്റെ ആഗ്രഹം കണ്ട് തീർച്ചേ. അടിക്കാന്നാ. ഓക്കെ. തെളിയിപ്പിക്കേ. മൊത്തം അങ്ങനെ ക്രിസ്മസ് പ്രമാണിച്ച് വീട്ടിലും മൊത്തം ലേസർ അടിപ്പിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടി കഴിഞ്ഞു. നീതയുടെ ബർത്ത്ഡേ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ 24-ാം തീയതി കഴിഞ്ഞു. 25-ാം തീയതി അല്ലേ? 25-ാം തീയതി സമയം ഇപ്പോൾ എത്രയായി? 1:20. അപ്പോൾ 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത വീഡിയോ 25-ാം തീയതിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഞങ്ങൾ നേരുന്നു കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ക്രിസ്മസ് കൂടി. മുത്ത് പറഞ്ഞില്ലല്ലോ ഹാപ്പി ക്രിസ്മസ്. ഇങ്ങനെയാണോ പറയണത്, വിഷ് ചെയ്യണത്? അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ക്രിസ്മസ്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.